ഇപ്പോൾ എത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. വെഞ്ഞാറമ്മൂട് കൂട്ടക്കൊലയുടെ ചുരുളഴിക്കാൻ പോലീസ് ശ്രമിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട വാർത്ത വരുന്നു. പ്രതിയായ അഫാൻ ലഹരി ഉപയോഗിച്ചിരുന്നു എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. നമുക്കിപ്പം ദിലീപ് ദേവസ്യ ചേരുന്നു. ദിലീപ് ദേവസ്യ നേരത്തെ സംശയിച്ചിരുന്നതാണ്, പോലീസ് അന്വേഷിച്ചിരുന്നതാണ്, രക്തസാമ്പിൾ പരിശോധനയ്ക്ക് അയക്കുമെന്ന് അറിയിച്ചിരുന്നതാണ്. ഈ പ്രതിയായ അഫാൻ ലഹരിക്കടിമയാണോ അഥവാ ലഹരി ഉപയോഗിച്ചിരുന്നു എന്നാണോ പോലീസ് പറയുന്നത്? ഡോക്ടർ അരുൺകുമാർ, നമ്മൾ കേരളം അടക്കം ഇന്നലെ ചർച്ച ചെയ്ത ആ വിഷയം തന്നെയാണ്. ഏവരും പ്രതീക്ഷ അല്ലെങ്കിൽ ഏവരും പറഞ്ഞതും ഇത് തന്നെ. ഒരു ലഹരിയില്ലാതെ ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് അത് തന്നെയാണ് ഇപ്പോഴും പോലീസും പറഞ്ഞിരിക്കുന്നത്. പ്രതി ലഹരിക്ക് അടിമയാണെന്നാണ് നെടുമങ്ങാട് DYSP KS അരുൺ നമ്മളടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഈ കൃത്യം നടത്തുമ്പോൾ ഇയാൾ ലഹരിയിലാണ്. മാത്രമല്ല എന്ത് തരത്തിലുള്ള ലഹരിയാണ് ഉപയോഗിച്ചത് എന്നുള്ള കാര്യങ്ങൾ ഇദ്ദേഹത്തിൻ്റെ രക്തം പരിശോധിക്കണം, കൂടുതൽ ചോദ്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങൾ ഈ അബ്ദുൽ ലത്തീഫിൻ്റെ മൃതദേഹത്തിൽ 20-ലേറെ മുറിവുകളുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ഇപ്പോൾ പോലീസ് ഓരോരുത്തരെയും അബ്ദുൽ ലത്തീഫുമായി ബന്ധപ്പെട്ട ഈ വീടുമായി ബന്ധപ്പെട്ടുള്ള ആളുകളുടെ എല്ലാം തന്നെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുക. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും പ്രതി ലഹരിയിലാണ് ഈ കൃത്യം ചെയ്തത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പോലീസ് നമ്മളുമായി പങ്കുവയ്ക്കുന്നത്. സാജിദയുടെ മരണത്തിൽ അല്ലെങ്കിൽ സാജിദയുടെ ശരീരത്തിൽ നിന്ന് ഒരു തരി സ്വർണം നഷ്ടപ്പെട്ടിട്ടില്ല. അല്ല, അവരുടെ ദേഹത്ത് അത്തരത്തിലുള്ള സ്വർണ്ണങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. കൂടാതെ ഈ വീട്ടിൻ്റെ അകത്തുള്ള ഈ അതായത് അലമാര കുത്തി തുറക്കാൻ ശ്രമിച്ചതായിട്ടും പോലീസ് പറയുന്നുണ്ട്. ഇവിടെ ഇപ്പം രക്തം തളം തെറ്റി കിടക്കുന്ന കാര്യങ്ങളൊക്കെ കാണാം. പോലീസ് ഇവിടെ പരിശോധന നടത്തുന്നു. നമ്മൾക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം, ഇവിടെ രക്തം കാണാം. ഒരു പ്ലാസ്റ്റിക് കവറുകൾ, ഈ പച്ച നിറത്തിലുള്ള പ്ലാസ്റ്റിക് കവറുകൾ, അതിന് തൊട്ടടുത്ത് തന്നെ രക്തം കാണാം. അങ്ങനെ ഈ സ്ഥലത്തായിരുന്നു സാജിദ കിടന്നിരുന്നത്. സാജിദ ഈ ഭാഗത്ത് അടുക്കള ഇവിടെയാണ്, ഈ അടുക്കളയുടെ ഭാഗത്ത് കാൽഭാഗവും തലഭാഗം ഇവിടെയും. അങ്ങനെ ഇവിടെയാണ് മൃതദേഹം കണ്ടിരുന്നത്. ഇവിടെ നിന്നാണ് സാജിദയുടെ മൃതദേഹം കണ്ടത്. പിന്നെ ലത്തീഫിൻ്റെ മൃതദേഹം ഇതിൻ്റെ അകത്തായിരുന്നു. കൊണ്ട് അങ്ങനെ ഈ ഭാഗത്ത് കൊല നടത്തിയ ശേഷം ഇതിന് കൊല നടത്താനുള്ള മറ്റൊരു കാര്യമുണ്ട്. പെൺകുട്ടിയുടെ പെൺസുഹൃത്തിൻ്റെ കാര്യവും അന്വേഷിച്ചുകൊണ്ട് ലത്തീഫ് അഫാന്റെ വീട്ടിൽ പോയതിൻ്റെ ഒരു വൈരാഗ്യം കൂടിയുണ്ട് എന്നാണ് പറഞ്ഞത്. വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ ദിലീപ് ദേവസ്യ പങ്കുവയ്ക്കുന്നത്. പ്രതിയായ അഫാൻ ലഹരി ഉപയോഗിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. നമ്മൾ ഇന്നലെ സംശയിച്ചിരുന്നതാണ്. ലത്തീഫിൻ്റെ വീട്ടിൽ നിന്ന് ഇപ്പോൾ 2 മൃതദേഹങ്ങളും ലത്തീഫിൻ്റെയും ലത്തീഫിൻ്റെ ഭാര്യയുടെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയിട്ട് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഈ പ്രതിയായ അഫാൻ ലഹരി ഉപയോഗിച്ചിരുന്നു എന്നാണ്. ഇയാൾ ലഹരിക്കടിമപ്പെട്ടിരുന്ന ആളാണോ എന്നുള്ളത് നമുക്കറിയില്ല. അതിന് ഈ രക്തസാമ്പിളുകൾ പരിശോധിച്ചാൽ ശേഷം മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ കഴിയൂ.